PCOSന്റെ ഡയഗ്നോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെയോ എൻഡോക്രൈനോളജിസ്റ്റിനെയോ ഒക്കെ കാണേണ്ടതാണ്. ഓരോ ഇൻഡിവിജ്വലിനും ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നടത്താൻ പറ്റുള്ളൂ. അത് നമുക്കൊരു ജനറലൈസ്ഡ് ആയിട്ട് ചെയ്തിട്ട് നടത്താൻ പറ്റില്ല. അതൊരു ഡോക്ടറിനെ നിങ്ങൾ കാണുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഡയഗ്നോസ് ചെയ്യാനായിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകൾ കൂടെ, അതായത് മെയിൻലി നമ്മുടെ ഹിസ്റ്ററി ബേസിൽ തന്നെ ഡയഗ്നോസിസ് വരുന്നുണ്ട്. അത് കൂടാണ്ട് ബാക്കിയുള്ള സിസ്റ്റംസ് എന്തുമാത്രമൊക്കെ അഫക്റ്റഡ് ആണെന്ന് അറിയാനായിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകളും, അതായത് തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കും. വേറെ ചില ഹോർമോണൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിന് വരും. ഇതിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് OGTT, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ OGTT എന്തായാലും ചെയ്യാം. പിന്നെ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. കാരണം ലിപ്പിഡ് പ്രൊഫൈലിൽ വേരിയേഷൻസ് PCOS പേഷ്യൻസിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യുക എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡയറ്റിനെയും എക്സസൈസിനെയും പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മെഡിക്കൽ മാനേജ്മെൻറ്റിൻ്റെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ പേഷ്യൻറ്റിനും അവരുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് വേറെ കുറേ കാര്യങ്ങൾ കൂടെ അനലൈസ് ചെയ്തിട്ടാണ് എന്ത് മെഡിസിൻസിനാണ് അവർക്ക് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യാറുണ്ട്. ചില പേഷ്യൻറ്റിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ട് മെറ്റ്ഫോർമിൻ മുതലായിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യും. അതുകൂടാണ്ട് ചില സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഇനോസിറ്റോളിൻ്റെ പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ കൺസേൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിയിലാണെങ്കിലും നല്ല മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ, PCOS പേഷ്യൻസിന് നല്ല മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഓവുലേഷൻ ഇൻഡക്ഷൻ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നല്ല റിസൾട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡയറ്റും എക്സസൈസും അതുകൂടാണ്ട് മെഡിസിൻ ഒരു സപ്ലിമെൻ്ററി മാത്രമാണ്, അല്ലാണ്ട് മെഡിസിൻസ് അല്ല ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനെ വളരെയധികം ഹെൽത്തി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനായിട്ട് പറ്റും. താങ്ക് യു.